നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടുവാൻ ഒരുങ്ങി CPM സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഏതെങ്കിലും വിധത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും എന്നുള്ളതാണ് CPM സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര നേതൃത്വവും കൈക്കൊണ്ട തീരുമാനം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇത് കൃത്യമായി തന്നെ CPM സംസ്ഥാന അവലോകന യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതായാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. തിരുവായ്ക്ക് എതിർവായില്ലാതെ CPMൽ ഏക ഛത്രാധിപതിയായി കഴിയുന്ന പിണറായി വിജയന് നേരെ CPM സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ പടവാളുമായി നീങ്ങുന്ന കാഴ്ചയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ അടിക്കടി ഉണ്ടാവുന്ന വന്യജീവി ആക്രമണങ്ങൾ, തുടരെ മുടങ്ങുന്ന ക്ഷേമ പെൻഷനുകൾ, കോഴിക്കോട് പൂക്കോട്ട് വെറ്ററിനറി സർവകലാശാലയിലെ SFI വിചാരണയ്ക്കൊടുവിൽ മരിച്ച സിദ്ധാർത്ഥന്റെ മരണവും അതിനോടനുബന്ധിച്ചുണ്ടായ കോളിളക്കങ്ങളും, സപ്ലൈകോയിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാതിരിക്കുന്നതിന്റെ ഒരു ദുരവസ്ഥ, ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ഭരണപരമായ പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തലുകളായി ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഇതിനെല്ലാം ഉപരി മറ്റൊരു ഗുരുതരമായ പ്രശ്നങ്ങളിൽ കൂടി മുഖ്യമന്ത്രി പെട്ടുഴലുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. പൗരത്വ ഭേദഗതി ബില്ലുമായി നാട്ടിൽ ഉണ്ടായ അനവധി സമരങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഫലമായി ഒത്തിരി ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു, അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു. പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന പലരെയും വിട്ടയച്ചെങ്കിലും ഇപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ട് പലരും പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, പൗരത്വ ഭേദഗതി ബില്ലിന് എതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ എല്ലാം മുഖ്യമന്ത്രി പിൻവലിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. എന്നാൽ ഗൗരവതരമായ കേസുകൾ പിൻവലിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞ് പല കേസുകളും ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല എന്നുള്ളത് ന്യൂനപക്ഷ സമുദായത്തെ മുഖ്യമന്ത്രിയുമായി അകറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് CPMന് അകത്തുനിന്ന് ഉയരുന്ന ചില വാദങ്ങൾ. പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടും മലപ്പുറത്തുമാണ് ഏറെ സമരങ്ങൾ നടന്നത്. സമാധാനപരമായി നടന്ന സമരങ്ങളിൽ പങ്കെടുത്ത ആളുകൾക്ക് പോലും പോലീസ് കേസെടുത്തു എന്ന് പറയുമ്പോൾ അതിൽ ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ CPMനോട് ഒന്നടങ്കം പിൻവാങ്ങിയിരിക്കുന്നു. അഥവാ ഇതുവരെയും ന്യൂനപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെട്ടിരുന്ന അറിയപ്പെട്ടിരുന്ന പിണറായി വിജയൻ സർക്കാരിൽ നിന്നും ബഹുഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളും അകന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് CPMനെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് കിട്ടാവുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകും എന്ന് തന്നെയാണ് CPM സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ഉത്തരവാദി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള തീരുമാനത്തിലാണ്, അല്ലെങ്കിൽ അത്തരം ഒരു നിഗമനത്തിലാണ് സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത് പരസ്യമായി തന്നെ പൊതുയോഗത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ. പിണറായി വിജയൻ എന്ന CPMനകത്തെ ഏക ഛത്രാധിപതി എപ്പോഴും ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിച്ച് നിർത്തിക്കൊണ്ടായിരുന്നു തന്റെ ഭരണവും ഭരണസമിതിയും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം തകരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ CPMനോട് അകൽച്ച പാലിക്കുകയാണെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഒന്നുപോലും ജയിക്കാൻ സാധ്യതയുണ്ടാകില്ല. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ CPMന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം നേരിടേണ്ടി വരികയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും എന്ന് തന്നെയാണ് CPM കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കണ്ടെത്തിയിരിക്കുന്ന നിഗമനങ്ങൾ. ഇത് പിണറായി വിജയനോട് CPM സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ന്യൂനപക്ഷ വിഭാഗങ്ങളോട് മുഖ്യമന്ത്രി കൈക്കൊണ്ടിരിക്കുന്ന ഈ വികാരം മുതലെടുത്തുകൊണ്ട് UDFക്കാർ നല്ല രീതിയിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് മൂലം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് കിട്ടാവുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകുവാനാണ് സാധ്യത എന്ന് കൂടി അറിയുന്നു. ഹൈന്ദവ സമുദായത്തിന്റെ വലിയൊരു ശതമാനം വോട്ട് കിട്ടിയിരുന്ന CPMന് ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് കിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് CPM. BDJS സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിയെ കോട്ടയത്ത് ഏതു വിധേനയും വോട്ട് നൽകി സഹായിക്കണം എന്ന രഹസ്യധാരണ CPMും BDJS നേതൃത്വവുമായി ഉണ്ടാക്കിയിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇതിന് പാലം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ CPM ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെട്ടിലാകുന്നു. ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മൗന അനുവാദത്തോടു കൂടി തന്നെയാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ BDJS ആവിഷ്കരിച്ചത് എന്നുകൂടി അറിയപ്പെടുമ്പോൾ CPMനകത്ത് ഒരു അഗ്നിപർവ്വതം പുകയുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് സിനിമാ പാട്ടെഴുത്തുകാരായിരുന്ന കവികളായിരുന്ന റഫീഖ് അഹമ്മദിനെയും ഹരിനാരായണനെയും പോലീസ്
പൗരത്വ ഭേദഗതി ബില്ലിന് എതിരെ ഗാനം എഴുതി ആലപിച്ചു എന്നുള്ള കുറ്റത്തിന് കേസെടുക്കുക പോലും ഉണ്ടായി. ഈ കേസുകൾ പോലും നിലവിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതി ബില്ലുമായി ഏത് തരത്തിലാണ് സമരസപ്പെട്ടിരിക്കുന്നത് എന്നറിയാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇപ്പോൾ മറനീക്കി പുറത്തു വന്നുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും മുഖ്യമന്ത്രിയുടെ ഈ നിലപാടുകൾക്കെതിരാണ് എന്നുള്ളത് അറിയുന്നു. മുഖ്യമന്ത്രിയുടെ ഈ നിലപാടുകൾക്ക് മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസും എതിര് നിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പണി തീരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഏത് തരത്തിലുള്ള വിജയം കൈവരിക്കും, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാവി എന്താകും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.